ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിച്ചൂസ് ലൈഫ് വ്ളോഗ്. അപ്പോൾ കൊടൈക്കനാലിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് മാക്സിമം നമ്മൾ ഇവിടെ നിന്ന് കവർ ചെയ്യും. ഇന്ന് നൈറ്റിൽ ഇവിടെ നിന്ന് നാട്ടിലോട്ട് പോകാനാണ് പ്ലാൻ. അപ്പോൾ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. ഒരു ബ്ലാക്കും ഗ്രീൻ ആയിട്ടുള്ള ഫുൾ ലെങ്ത്തിൽ വരുന്ന ഷർട്ടുമാണ് ഇട്ടിട്ടുണ്ടായത്. ഇതാണ് നമ്മൾ നിൽക്കുന്ന റിസോർട്ട്. അപ്പോൾ ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് റൂമിൽ നിന്ന് ഇറങ്ങാൻ പോവാന്ന്. ഫസ്റ്റ് നമ്മൾ പോകുന്നുണ്ടായത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. പിന്നെ മാക്സിമം ഇവിടെ നിന്ന് കവർ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിന്. ഫസ്റ്റ് ചായയൊക്കെ കുടിച്ച് അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായത് പെയിൻ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറുന്നത് മുമ്പായിട്ട് കഴിക്കുന്നതാണിത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള അവസ്ഥയാണിത്. ബാക്കിൽ നമ്മൾ വാങ്ങിയ സാധനമൊക്കെ ഇങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നത്. നമ്മളത് മാത്രമല്ല, എല്ലാവരും അവസ്ഥ ഇത് തന്നെയാണ് കേട്ടോ. അവിടെ പോകുന്ന എല്ലാവരും എന്ത് വാങ്ങി കഴിച്ചാലും ഇവർ വന്നിട്ട് അത് വാങ്ങിയിട്ട് പോന്ന്. അതായത് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് വരുന്നിട്ട് ഇത്. അപ്പോൾ എന്തായാലും നമ്മളെ കയ്യിലുള്ള സാധനം നമ്മൾ ഇട്ടെടുക്കില്ല അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ. അപ്പോൾ കാണാൻ നല്ല കോമഡി ഉണ്ടായിന്, നല്ല പേടിയും ഉണ്ടായിന്. അപ്പോൾ അടുത്തുള്ള ആൾ നമ്മളോട് പറഞ്ഞു, ഇങ്ങനെ വരുന്ന കണ്ടിട്ട് നമ്മളോട് പറഞ്ഞു ഒരു കമ്പെടുത്ത് കയ്യിൽ പിടിച്ചോന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്പെടുത്തിട്ടാട്ടോ പിന്നെ നടക്കുന്നുണ്ടായത്. പിന്നെ അതിന് ശേഷം അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ പിള്ളേരൊക്കെ നല്ല പേടിച്ചിട്ടുണ്ടായിന്. കാരണം അവരൊരു ഇഷ്ടത്തോടെ വാങ്ങിയിട്ട് ഇത് വന്ന് കൊണ്ടുപോകുന്ന പരാതികളായിട്ടായി പറയുന്നത്. ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ എല്ലാ സ്ഥലത്തും പോയാലില്ല ഒരു അനുഭവമാണ് ഇത്. എവിടെ പോയി കഴിഞ്ഞാലും ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ. എന്ത് വാങ്ങിയാലും ഉള്ള അവസ്ഥയാണ്. അന്നേരം വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അപ്പം നമ്മളെ കയ്യിലുള്ള എന്ത് സാധനമായാലും നമ്മൾ കൊടുത്തു പോകും. എത്ര കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചാലും നമ്മളത് കൊടുത്തു പോകും അതിന് വരുത്ത് കണ്ടു കഴിഞ്ഞാൽ. പിന്നെ എവിടെ പോയാലും ഉണ്ട് കേട്ടോ ഇത്. കൊടൈക്കനാൽ, മൂന്നാർ, ഊട്ടി കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട് ട്രിപ്പ്. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. പിന്നെ ആ പെയിൻ ഫോറസ്റ്റിൽ വന്നിട്ട് നല്ല രസമുണ്ടായിന് അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതൽ സ്പെൻഡ് ചെയ്തതും നമ്മൾ അവിടെയാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, നമ്മളിപ്പോൾ കാറിലോട്ട് വന്നതാണ്. അപ്പോൾ കാറിൻ്റെ അകത്തേക്ക് തന്നെ ഇത് കണ്ടിട്ട് അത് വന്നിരുന്നിട്ടുണ്ട്. അതിങ്ങനെ നമ്മൾ കഴിക്കുന്നത് തന്നെ എവിടെ നിന്ന് കണ്ടാലും ഇങ്ങനെ ഓടി വന്നിട്ട് ഇങ്ങനെ നോക്കാന്ന്. അതുപോലെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കാറിൻ്റെ മേലിലും കയറി നിന്നിട്ട് അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിത് രണ്ടാമത് പോയിട്ടുണ്ടായത് പില്ലർ പാർക്കിലേക്കാണ് പോയിട്ടുണ്ടായത്. ഇവിടെ ഒരു നല്ലൊരു സ്ഥലമുണ്ട്. അത് മൊത്തം ഒരു കവറായിട്ടേ ഉള്ളത്. കോട കൊണ്ട് മൊത്തം കവറായതുകൊണ്ട് ആ ഒരു വ്യൂ കാണാൻ പറ്റുന്നുണ്ടായിട്ടില്ല കേട്ടോ. നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ ആ വ്യൂ ഒന്ന് മനസ്സിലാവും എന്താണ് നമ്മളിവിടെ കാണാൻ പോയതെന്ന്. അപ്പോൾ ഇവിടെയും ഒരുപാട് ആൾക്കാരുണ്ടായിന്. എനിക്ക് ഇവിടെ മാക്സിമം എല്ലാ സ്ഥലവും കുറേ നമുക്ക് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മാക്സിമം എല്ലാ സ്ഥലവും അടുത്തടുത്ത് തന്നെയാണ് വരുന്നത്. ഒരു റൗണ്ടിൽ തന്നെയാണ് എല്ലാ സ്ഥലവും വരുന്നത്. അതുകൊണ്ട് മാക്സിമം എല്ലാം ഒരു ടൈം വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായത് വാട്ടക്കനാൽ ഫാൾസിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായത്. ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിന് കേട്ടോ. വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിന്. ഇത് അങ്ങനെ കൂടുതൽ ആൾക്കാർ ഇവിടെ അറിയില്ല എന്ന് തോന്നുന്നു. കാരണം ഇവിടെ അത്ര ആൾക്കാരൊന്നും ഇല്ല. ഇതിൻ്റെ മുകളിൽ ഒരു ചെറുതുണ്ട്. അതെന്നാണ് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. ഇത് കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് വരണം കേട്ടോ. അപ്പം ഇവിടെ അങ്ങനെ കുറേ ആൾക്കാരൊന്നുമില്ല. ഇവിടെ നല്ല രസമുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ നേരെ മുകളിൽ തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന്നാണ് ഫസ്റ്റ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായത്. താഴോട്ട് കുറച്ച് ഇറക്കിയപ്പോൾ ഈ ഒരു സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ടായത് കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിന് കേട്ടോ ഇത് ഡയറക്റ്റ് കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായത് പൂണ്ടിയിലേക്കാണ് പോയിട്ടുണ്ടായത്. അവിടെ കുറേ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സൈഡാക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഒരു റോഡ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് കേട്ടോ. ഇത് ഫുൾ കളർഫുള്ളായിട്ടുള്ള ഒരു വ്യൂ ആണ്. അപ്പം ഇതാണ് പൂണ്ടിയിലേക്കുള്ളത്. അപ്പോൾ ഇതും കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിന്. നമുക്ക് നിർത്തി വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. കാണാൻ പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ.
ഈ ഒരു വ്യൂ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയപ്പോൾ കണ്ടതാണ് കേട്ടോ. നല്ല രസമുണ്ടായിന്, എന്താ പറയുക, ഭയങ്കര രസമുണ്ടായിന് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ മാഗി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിർത്തിയതാണ്. അപ്പം ഈ ഒരു വ്യൂ ആ ഒരു ഷോപ്പിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടായത്. കാണാൻ വേണ്ടിയിട്ട് എന്തോ ഒരു രസം പോലെ തോന്നി കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ മാഗിയൊക്കെ കഴിക്കുകയാണ്. നമ്മളെല്ലാവരും മാഗി ഇങ്ങനെ കഴിച്ച് ആ ഒരു വ്യൂ ഒക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ രസിച്ച് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് കൂക്കാലിലേക്കാണ്. അത് കുറേ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ അയച്ച് കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലേസ്. അപ്പോൾ ഇവിടത്തേക്ക് എന്തായാലും വരണം എന്ന് നമ്മൾ പ്ലാൻ ഇട്ടിട്ടുണ്ടായതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു പ്ലേസ് വരുന്നത്. നല്ല രസമുണ്ടായിന്, മൊത്തം ഒരു വ്യൂ കാണാൻ നല്ലൊരു രസമുണ്ടായിന് കേട്ടോ ഇത്. പിന്നെ നമ്മൾ വന്നിട്ടുണ്ടായത് കോക്കോസ് വാൾക്കിലൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഒരു വ്യൂ നല്ല രസമുണ്ട്. ഏകദേശം ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഇതേ ഒരു വ്യൂ പോലെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായത്. പിന്നെ കൂടുതലും എല്ലാ സ്ഥലവും അടുത്തടുത്തായതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ഒരു ടൈം ആകുമ്പം തന്നെ നമ്മൾ മൊത്തം കവർ ചെയ്തിട്ടുണ്ടായിന്. പിന്നെയും ടൈം ഉള്ളത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവരെ ഒരു ഗ്രാമത്തിലേക്കുള്ള ഒരു ഇതിലേക്കൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിന്, അവരെ ഗ്രാമമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെല്ലാ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെയാണ് കണ്ടത് ഇത്രയും ടൈം. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രാമത്തിലേക്കുള്ള ഒരു വഴി കണ്ടപ്പോൾ അതിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിയിട്ടാ, ഒന്ന് വെറുതെ ഒന്ന് പോയി എല്ലാം കണ്ടിട്ട് വരാമെന്നുള്ള ഒരു ഇതിൽ നമ്മളൊന്ന് ജസ്റ്റ് താഴോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിന്. ഒന്ന് മൊത്തം ഫുള്ളായിട്ടൊന്ന് അവിടെയൊക്കെ ഇങ്ങനെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് നടന്നിട്ടൊക്കെയാണ് പിന്നെ വന്നിട്ടുണ്ടായത്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാ സ്ഥലവും ഒരുപോലെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇതാ നമ്മൾ പിന്നെ തിരിച്ച് നാട്ടിലോട്ടേക്ക് വിടാണ്. ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നൈറ്റിലാകുമ്പോഴത്തേക്ക് നമുക്ക് നാട് പിടിക്കണം എന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോവാണ്. അപ്പോൾ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിനെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ പോയ സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിനെങ്കിൽ ലൈക്ക് ചെയ്യുക, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം വീണ്ടും നമുക്ക് വേറൊരു വ്ളോഗുമായി ട്രിപ്പ് വ്ളോഗുമായി നമുക്ക് ഇനിയും കാണാം. ഇനിയും ഒരുപാട് ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പം വ്ളോഗൊക്കെ ആയിട്ട് ഇനിയും വരാം. ബായ്.